ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടൈപ്പ് ഓഫ് സോണുകളെ പറ്റി പഠിക്കാം. വിക്ക് സോണുകൾ. ഓക്കെ, വിക്ക് സോണുകൾ നിങ്ങൾക്കിപ്പം നിങ്ങൾ ചാർട്ടി നോക്കുകയാണെങ്കിൽ ഞാൻ രണ്ട് എക്സാമ്പിൾസ് വരച്ചിട്ടുണ്ട്, സപ്ലൈയുടെയും ഡിമാൻഡിൻ്റെയും അല്ലേ. എന്താണ് വിക്ക് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ അതിൻ്റെ എന്താണ് ലോജിക്ക് നേരിട്ടുണ്ട്. വിക്ക് ദാറ്റ് ടുക്ക് ഔട്ട് പ്രീവിയസ് വിക്ക് ബിഫോർ ഡൗൺ ഓർ അപ്പ് മൂവ്. ഓക്കെ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഈ വിക്ക് ഇപ്പൊ നമ്മളിപ്പോ ഈ ഡിമാൻഡിന്റെ രീതിക്ക് ചിന്തിക്കുകയാണെങ്കിൽ, ഓക്കെ, സപ്പോസ് ഇത് കഴിഞ്ഞിട്ട് പ്രൈസ് മുകളിലോട്ടാണ് പോയെന്നുള്ള നമുക്ക് ചിന്തിക്കാം. ഓക്കെ, ലെറ്റ്സ് ഞാനിവിടെ വരച്ചതാണ്. സോ ലെറ്റ്സ് നമ്മൾ ഈ ഒരു കാര്യം കഴിഞ്ഞിട്ട് മുകളിലോട്ടാണ് പ്രൈസ് ഇങ്ങനെ പോയത് എന്നുള്ള എക്സ്പെക്ടേഷൻ നമുക്ക് എടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് പ്രൈസ് മുകളിലോട്ട് പോയത് അല്ലെ. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ വിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നേരത്തെ ക്യാൻഡിന്റെ ലോറ താഴെ വന്നിട്ടുണ്ട് അല്ലെ. എന്നിട്ട് എന്ത് ചെയ്തു, എന്നിട്ടാണ് അപ്മൂവ് എല്ലാം ഉണ്ടായത്. നിങ്ങളോട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓക്കെ. സോ നമ്മൾ ചിന്തിക്കേണ്ടത് ആ വിക്കിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യമാണ്. ഓക്കെ, ഈ വിക്ക് സോൺ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഡിമാൻഡ് സോൺ തന്നെയാണ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ. ഓക്കെ, എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ നമ്മളുടെ ബൈ ഓർഡേഴ്സാണ് എടുക്കാൻ പോകുന്നത് അല്ലേ. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ വിക്കിൽ നിന്നാണ് ബൈ ഓർഡേഴ്സ് ഫില്ലായി തുടങ്ങിയ. എന്തുകൊണ്ട്? അതാണ് ആ ലോവസ്റ്റ് പ്രൈസ് ആ ലോവസ്റ്റ് പ്രൈസ് തിരഞ്ഞു പിടിച്ച് പോയിട്ട് ആ ലോവസ്റ്റ് പ്രൈസ് എത്തിയപ്പോൾ ആ വിക്കിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ഓർഡേഴ്സ് ഫില്ല് ചെയ്യാൻ തുടങ്ങിയ. ഓബിയസ്ലി ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു മണിക്കൂറിന്റെ ടൈം ഫ്രെയിമിലാണ് ഇത് കാണുന്നെങ്കിൽ ഒരു മണിക്കൂറിൽ ഇത് വിക്ക് ആയിരിക്കും അല്ലേ. പക്ഷെ താഴത്തെ ടൈം ഫ്രെയിം പോകുമ്പോൾ എന്തായിരിക്കും നമുക്ക് അവിടെ കിട്ടുക, ആക്ച്വൽ സ്ട്രക്ചർ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ ആ വിക്കിലായിരിക്കും ഒരു ലാസ്റ്റ് സെല്ല് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ടായിരിക്കും പ്രൈസ് മുകളിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവുക അല്ലെ. ഡിമാൻഡ് നമ്മൾ ആ ഡിമാൻഡിന്റെ ലോജിക്ക് വരച്ച അതേ ഒരു സ്കീമാറ്റിക് ആണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അല്ലെ. സോ ഈ നടന്ന സെൽ എന്തിലായിരിക്കും ഉണ്ടാവുക, ആ വിക്കിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആ വിക്കിനൊരു സോണായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും, നമുക്ക് മാർക്ക് ചെയ്യേണ്ടി വരും. ഓബിയസ്ലി ഇതെല്ലാം എന്തിന്റെ കൂടെ ആയിരിക്കും നമ്മൾ നോക്കുക, ഓബിയസ്ലി ഇതെല്ലാം സ്ട്രക്ചറിന്റെ കൂടെ ആയിരിക്കും നമ്മൾ കമ്പൈൻ ചെയ്യുക. ഓക്കെ, സ്ട്രക്ചറിന്റെ കൂടെ ആയിരിക്കും നമ്മൾ സോൺസ് നോക്കുന്നത്. നമുക്ക് ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഈ വിക്ക് എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുന്നത്തെ ക്യാൻഡിലിന്റെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ബെയറിഷ് ക്യാൻഡിലാവാം ബുള്ളിഷ് ക്യാൻഡിലാവാം. ഞാൻ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ ബെയറിഷ് ക്യാൻഡിൽ എന്താ പറയുക നമ്മൾ ടൈപ്പ് ആൻഡ് രീതിക്ക് വരച്ചതേ ഉള്ളൂ. ഇത് ഏത് ക്യാൻഡിലാണെങ്കിലും, ഇതിപ്പോൾ ബുള്ളിഷ് ക്യാൻഡിലാണെങ്കിൽ പോലും എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈസ് ആ ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, താഴോട്ട് പുതിയൊരു ലോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ സ്ട്രക്ചറിന്റെ രീതിക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ലോ ബ്രേക്ക് ചെയ്ത് പുതിയൊരു ലോവർ ലോ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ. അതായത് ഒരു പോയിന്റ് ഓഫ് ടൈം നമ്മൾ നല്ല രീതിയിൽ സെല്ല് ചെയ്തിട്ടുണ്ട് താഴത്തെ ടൈം ഫ്രെയിമുകളിൽ, പിന്നെയാണ് പ്രൈസ് മുകളിലോട്ട് പോകാൻ തുടങ്ങിയത്. അപ്പൊ നഷ്ടം എവിടെ ആയിരിക്കും, ഡിമാൻഡിൽ എപ്പോഴും നഷ്ടം ഉണ്ടാവുക സെൽ ഓർഡേഴ്സിലാണ്. സോ ആ സെൽ ഓർഡേഴ്സ് കൂടുതൽ നഷ്ടത്തിൽ കിടക്കുക വിക്കിലായിരിക്കും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആ വിക്ക് എടുക്കേണ്ടി വരും ഒരു സോണായിട്ട്. സെയിം കൺസെപ്റ്റ് ഇൻ സപ്ലൈക്ക് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, സപ്ലൈ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് പറ്റി, നിങ്ങളിപ്പം ഇതും അങ്ങനെ തന്നെ ചിന്തിക്കുക. ഇവിടെയും പ്രൈസ് ഈ ഒരു പ്രൈസ് ആക്ഷൻ കഴിഞ്ഞിട്ട് താഴോട്ടാണ് പോയത് നിങ്ങൾ ചിന്തിക്കുക. ഇവിടുന്ന് ബെയറിഷ് ആണ് നമ്മളായെന്നുള്ള രീതിക്ക് ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പൊ എന്തായിരിക്കും സംഭവിച്ചിട്ടുള്ളത്, ഈ വിക്ക് നേരത്തെ ക്യാൻഡിലിന്റെ ഹൈയുടെ മുകളിലാണ് അല്ലെ. ഈ പ്രീവിയസ് വിക്ക് തന്നെ ആവണമെന്നില്ല, ഈ വിക്ക് എന്നുള്ളത് നമുക്ക് ഹൈ ലോ ആക്കാം. ഓക്കെ, പ്രീവിയസ് ക്യാൻഡിൽ ഹൈ ഓർ ലോ ആക്കാം. അപ്പൊ ഇച്ചിരി കൂടെ കറക്റ്റ് ആവും. ഓക്കെ ഓക്കെ, ഇതായിരിക്കും ഇത്രയും കൂടെ ആപ്റ്റ് ആയിട്ടുള്ള എന്താ പറയാ എൻ്റെ അഭിപ്രായത്തിൽ തിയറി. ഓക്കെ, വിക്ക് ദാറ്റ് ടുക്ക് ഔട്ട് പ്രീവിയസ് ക്യാൻഡിൽ ഹൈ സ്ലാഷ് ലോ ബിഫോർ ഡൗൺ ഓർ അപ്പ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇത്രയും കൂടെ സിമ്പിൾ ആവും. അപ്പൊ എന്ത് പറ്റി, നേരത്തെ ക്യാൻഡിലിന്റെ ഹൈ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വിക്ക് എടുത്ത് കളഞ്ഞിട്ടുണ്ട്, അതിന് മുകളിൽ നമ്മൾ പോയിട്ടുണ്ട് അല്ലെ. എന്നിട്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ താഴോട്ട് പുഷ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ വിക്കിനെ നമുക്കൊരു സോണായിട്ട് എടുക്കേണ്ടി വരും. ഓക്കെ, ലോജിക്ക് മനസ്സിലാക്കുക. സപ്ലൈ ആണ് ഉണ്ടായത്. സപ്ലൈയിൽ എന്താണ് ഉണ്ടാവുക, സപ്ലൈയിൽ ആദ്യം ബൈ ആയിരിക്കും ഉണ്ടാവുക. എന്തിനു വേണ്ടിയിട്ടാണ് ബൈ എടുക്കുന്നത്, നമ്മൾ വിൽക്കുമ്പോൾ കൂടിയ റേറ്റിനെ വിൽക്കത്തുള്ളൂ. അപ്പൊ കൂടിയ റേറ്റ് എവിടെ ആയിരിക്കും കിട്ടിയ, ആ വിക്ക് വന്ന സ്ഥലത്തായിരിക്കും നമ്മൾ വിൽക്കാൻ തുടങ്ങിയത്. സോ അവിടെ നമ്മൾ വിൽക്കാൻ തുടങ്ങി. നഷ്ടം എവിടെയാണുള്ളത്, നഷ്ടം നിങ്ങൾ എപ്പോഴും എവിടെ ആയിരിക്കും ഉണ്ടാവുക, സപ്ലൈ വരുമ്പോൾ ബൈ ഓർഡേഴ്സ് ആണ് നഷ്ടത്തിൽ ഉണ്ടാവുക. സോ നഷ്ടം നികത്തണം. ഏറ്റവും കൂടുതൽ നഷ്ടം നമുക്ക് മിക്കവാറും എന്ത് ചെയ്യും, ആ വിക്ക് സോണിലും ഉണ്ടാവാം നഷ്ടങ്ങൾ നികത്താൻ. സോ നമുക്ക് അതിനൊരു സോണായിട്ട് എടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ സോണുകൾ ചാർട്ടിൽ കാണാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, നമുക്കപ്പോൾ ഈ പറഞ്ഞ വിക്ക് സോണുകളുടെ എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഓക്കെ,
സോ നമ്മളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം കാണാൻ പറ്റും. ഓക്കെ, ലെറ്റ്സ് സേ നമ്മളിപ്പം ഈ സ്ട്രക്ചർ എടുത്താലും പ്രശ്നമില്ല. ലെറ്റ്സ് സേ നമ്മളിപ്പം ഈ ലോയുടെ ബ്രേക്ക് എടുക്കാം. ഓക്കെ, 4 hourൽ ഒരു സ്ട്രക്ചർ ലോ ആണിത് അല്ലേ. അത് നമുക്കൊന്ന് മാറ്റാം. സ്ട്രക്ചറിലൂടെ ബ്രേക്ക് നോക്കാം. എവിടെ വെച്ചാണ് ബ്രേക്ക് ആയി? ഈ ക്യാൻഡിൽ വെച്ചാണ് നമ്മൾ ബ്രേക്ക് ആയതല്ലേ. സോ നമുക്ക് 4 hourൽ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ 4 hour. ഓക്കെ, മാർക്കാം. ഓക്കെ, ആൻഡ് സ്ട്രക്ചർ പോയിന്റ്സ് നമുക്കൊന്ന് മാർക്ക് ചെയ്തേക്കാം. റൈറ്റ്, സോ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് എന്താണ്? ഇതാണ് ഹയസ്റ്റ് പോയിന്റ്. റൈറ്റ്, സോ ഇതാണ് നമുക്കിപ്പോൾ ഉള്ള ഡേറ്റ. ഓക്കെ, നമുക്ക് നോക്കാം ഇതിന്റെ പ്രൈസ് എന്തെങ്കിലും താഴോട്ട് വരുന്നുണ്ടല്ലേ. തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. ഓക്കെ, ഈ എക്സ്പാൻഷനിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത് വിചാരിച്ചു. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ സോൺസ് കാണാം. നമുക്ക് എങ്ങനെയാണ് നോക്കേണ്ട സോൺസ്? ആദ്യം ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയ ക്യാൻഡിലിൽ പിറകോട്ട് നോക്കാം. ഓക്കെ, പിറകോട്ട് നോക്കാം. ഓക്കെ, ഒന്ന് നമുക്കിവിടെ കാണാം, ക്ലിയർ കട്ടായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ത് സോണാണ്? നമ്മളെ ടൈപ്പ് 1ന്റെ സോൺ ഇവിടെ ഉണ്ട് അല്ലേ. അത് എപ്പോഴാണ് ഉണ്ടായത്? ഈ സോൺ അല്ലേ. ഇത് ടൈപ്പ് 1ന്റെ ഒരു സോണാണ്. ടൈപ്പ് 1 ആയിട്ടുള്ളൊരു സപ്ലൈ സോണാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ആ വിക്ക് നമുക്ക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്ത് ടൈപ്പ് 1 ആയിട്ട് വരയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്താ, ഇതിപ്പോൾ നിങ്ങൾ നോക്കിയ ഒരു വലിയ സോണാണല്ലേ. നമുക്ക് ഇത്രയും വലിയ സോണ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ട്രേഡ് ചെയ്യുമ്പോൾ. നമുക്ക് കൺഫർമേഷൻ എടുക്കാൻ പാടായിരിക്കും. അതേസമയം ഇപ്പം ലാസ്റ്റ് പറഞ്ഞ വിക്കിന്റെ രീതിക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ലാസ്റ്റ് ക്യാൻഡിൽ, ഈ ഒരു ബെയറിഷ് ക്യാൻഡിലിന്റെ വിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ വിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നേരത്തെ ഈ ക്യാൻഡിൽ തൊട്ട് മുന്നത്തെ ക്യാൻഡിലിന്റെ ഹൈയുടെ മുകളിൽ പോയിട്ടുണ്ട് അല്ലേ. ആ ക്യാൻഡിൽ മാത്രമല്ല, അതിന് മുന്നത്തെ ക്യാൻഡിലിന്റെ ഹൈയും ഇത് പോയിട്ടുണ്ട്. അതായത് നല്ലൊരു ബൈ നടന്നിട്ടുണ്ട് ഇവിടെ ബിഫോർ ഈ സെല്ലുകൾ അല്ലേ. സോ ഓബിയസ്ലി എന്തായിരിക്കും? നഷ്ടക്കണക്കാണ് നമ്മൾ നോക്കുന്നത്. മിറ്റിഗേഷന് വേണ്ടിയിട്ട് വരാൻ സാധ്യതയുണ്ട്. അതാണ് നമ്മളിവിടുത്തെ ചോദ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് നോക്കുന്നത്? നഷ്ടത്തിൽ എന്താണ് അല്ലെ. നഷ്ടത്തിൽ ഈ വിക്കിൽ ബൈ ഉണ്ട്. നമുക്ക് ഈ വിക്ക് ഈ 4 മണിക്കൂറുള്ളതുകൊണ്ട് നമുക്കത് കാണാൻ കഴിയത്തില്ല. പക്ഷെ ലോജിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നേരത്തെ ഹൈയുടെ മുകളിൽ പോയിട്ടുണ്ട്. സോ പ്രൈസ് ലോവർ ടൈം ഫ്രെയിമിൽ ഇങ്ങനൊരു പ്രൈസ് ആക്ഷൻ ആയിരിക്കും ഉണ്ടായിട്ടുള്ളത്. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൈസ് താഴോട്ട് കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ബൈ ഓർഡർ എന്തായിരിക്കും? നഷ്ടത്തിലായിരിക്കും. ഓൾദോ നമ്മൾ സപ്ലൈ ആണ് ഉണ്ടാക്കിയത് എന്ന് പോലും. സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ വിക്കിനെ മാത്രം എന്ത് ചെയ്യാം? നമുക്കൊരു സോൺ ആയിട്ട് എടുക്കാൻ പറ്റും അല്ലെ. ഈ വിക്ക് മാത്രം തന്നെ നമുക്ക് എന്താണ്? ഒരു സോണാണ്. ലോജിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് നോക്കാം. ഈ സോൺ താഴെ പോകുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നമുക്കൊരു 15 മിനിറ്റിൽ പോയി നോക്കാം. ഇപ്പൊ എന്ത് പറ്റി? ഇപ്പൊ പിക്ചർ ഇത്രയും കൂടെ ക്ലിയർ ആയി. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നേരത്തെ നോക്കിയ കാര്യം കാണാം അല്ലെ. നേരത്തെ ക്യാൻഡിലിന്റെ ഹൈ ഇവിടെ ഒരു സ്ട്രക്ചർ ഹൈ തന്നെ ആയിട്ട് നമുക്ക് കാണാം. എന്ത് ചെയ്തിട്ടുണ്ട്? അടുത്ത ക്യാൻഡിൽ ഉണ്ടായിട്ട് മുകളിൽ പോയിട്ടുണ്ട്. അപ്പൊ ഒരു ബൈ നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ബൈ കാണാനും കഴിയുന്നുണ്ട് അല്ലെ. ഇവിടെ ബൈ ഓർഡേഴ്സ് ഫില്ലായിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കുത്തനെ മാർക്കറ്റിൽ ഇടിവാണ് ഉണ്ടാക്കിയത് അല്ലെ. നമുക്ക് കാണാം. അപ്പൊ ലാസ്റ്റ് ബൈ എവിടെയാണുള്ളത്? ആ ബൈ ആണുള്ളത് അല്ലെ. ആ ബൈയുടെ നഷ്ടം നമുക്ക് നികത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ ടൈപ്പ് 1ന്റെ വേറെ സോണുകളുണ്ട് അല്ലെ. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇംബാലൻസ് ഒക്കെ ഉള്ള വേറെ സോണുകൾ ആ ലോവർ ടൈം ഫ്രെയിമിൽ തന്നെ ഉണ്ട്. അപ്പോൾ പ്രൈസിന് അവിടെ തിരിച്ച് വരാനുള്ള ഒരു റീസൺ ഓൾറെഡി പ്രൈസ് അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം പ്രൈസ് എങ്ങനെയാണ് അവിടെ റിയാക്ട് ചെയ്തിട്ടുള്ളത്. സോ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഇതാണ് നമ്മളൊരു വിഗ് സോൺ. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലോജിക്ക് എപ്പോഴും മനസ്സിലാക്കുക. ഈ വിഗ് സോൺ അവിടെ ഇരുന്നോട്ടെ. നമുക്ക് നോക്കാം പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രൈസ് ഓക്കെ ഒബ്വിയസ്ലി നമ്മൾ ലോ എടുക്കുക ഇതായിരിക്കും. ഓക്കെ, വേറെ സപ്ലൈ ഒന്നും നമുക്കിവിടെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഡിമാൻഡ് ഉണ്ടായിട്ടില്ല. ഓൾറെഡി എവിടെ എത്തി? നമ്മൾ കറക്റ്റ് ആ വിക്കിലെത്തി. നിങ്ങൾ ആ വിക്ക് എത്തിയപ്പോൾ തന്നെയുള്ള റിയാക്ഷൻ ശ്രദ്ധിക്കുക. പ്രൈസ് അവിടെ വന്നു. ഈ ക്യാൻഡിൽ ഒരു പോയിന്റ് ഓഫ് ടൈം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു. അവിടെ ചെന്നുടനെ എന്ത് പറ്റി? സെല്ലോട് അല്ലെ. ഉടനെ തന്നെ സെല്ലോഡേഴ്സ് ഫില്ല് ചെയ്യാൻ തുടങ്ങി. കാരണം നമ്മൾ സപ്ലൈയിലാണ് വന്നത് അല്ലെ. സപ്ലൈയിൽ എന്തായിരിക്കും സംഭവിക്കുക? സെല്ലോഡേഴ്സ് ഫില്ല് ചെയ്യാനാണ് സാധ്യത അല്ലെ. ഇത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? പ്രൈസ് വീണ്ടും വന്നു, ഇച്ചിരി കൂടെ മുകളിൽ വന്നല്ലേ. മിറ്റിഗേഷൻ. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ നഷ്ടക്കണക്കിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ നഷ്ടമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ പ്രൈസ് എന്ത് ചെയ്യും? ആ നഷ്ടങ്ങളെല്ലാം നികത്താൻ ശ്രമിക്കും. ഓക്കെ, ഓബിയസ്ലി നമുക്കൊരു മെത്തേഡ് ഉണ്ട്. നമ്മൾ റിഫൈൻമെന്റ് പഠിക്കുക, എങ്ങനെ റിഫൈൻ ചെയ്യാമെന്നുള്ള കാര്യം. ഓക്കെ, സോ നമ്മൾ ഈ കോംപ്ലിക്കേഷൻ ഒന്ന് മാറ്റും. എന്നാലും ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സപ്ലൈ സോണിൽ തന്നെയാണ് ഇപ്പോഴുള്ള. ആ സപ്ലൈ സോണിൽ റിയാക്ഷൻ നമുക്ക് കാണാം. പ്രൈസ് വരുന്നു, റിയാക്ട് ചെയ്യുന്നു. വിക്ക് നമുക്ക് കാണാം മുകളിൽ വിക്ക് ഉണ്ടെങ്കിൽ അവിടെ എന്തായാലും സെല്ലായിരിക്കും നടന്നിട്ടുണ്ട്. അപ്പൊ ആ സെല്ല് നടക്കുന്നുണ്ട്, നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് അല്ലെ. എവിടെയാണ് നടക്കുന്നത്? ആ സപ്ലൈ. എന്തുകൊണ്ട് ആ സപ്ലൈ എടുത്തു? ആ വിക്ക് ആണത് അല്ലെ. നേരത്തെ ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത വിക്ക് പിന്നെയാണ് താഴോട്ട് പോയിട്ട്. അതാണ് നമ്മൾ ആ വിക്ക് എടുത്തത്. നമുക്ക് നോക്കാം എന്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, കാണാൻ പറ്റും എന്ത് പറ്റി? സെൽ ഓർഡേഴ്സ് ഫില്ല് ചെയ്യാൻ തുടങ്ങിയല്ലേ അവിടെ നിന്ന്.
സെല്ലോഡസ് ഫില്ലായി. നമ്മുടെ എക്സ്പെക്ടേഷൻ എന്താണ് ഈ പോയിന്റ് ഓഫ് ടൈം? നമ്മളിപ്പോൾ ബെയറിഷ് ആണ് മാർക്കറ്റ്, കാരണം നമ്മൾ ലോ ബ്രേക്ക് ചെയ്ത്. അടുത്ത എക്സ്പെക്ടേഷൻ എന്തായിരിക്കും? അടുത്ത ലോ ബ്രേക്ക് ചെയ്യാനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അല്ലേ? നമുക്ക് നോക്കാം എന്ത് സംഭവിക്കാം. ഓക്കെ ഓക്കെ, ലെറ്റ്സ് പുട്ട് ദാറ്റ് ദേർ. ഓക്കെ ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ആ ലോ ബ്രേക്ക്. അപ്പോൾ 4 അവർ വീണ്ടും എന്ത് ചെയ്തു? നമുക്ക് ബെയറിഷ്. നമുക്ക് തൽക്കാലം ഈ സോൺ കളയാം. ഈ സോൺ ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല. അടുത്ത ബ്രേക്ക് സ്ട്രക്ചർ കിട്ടി. ഓക്കെ, നമുക്കിത് ഫോളോ ചെയ്യാം. 4 അവറിൽ അടുത്ത ബ്രേക്ക് സ്ട്രക്ചർ നമുക്ക് മാർക്ക് ചെയ്യാം. അടുത്ത സ്ട്രക്ചർ പോയിന്റ് ഇതായിരിക്കും, സ്വിങ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ സ്വിങ് പോയിന്റ് എന്താണ്? നേരത്തെ നടന്ന അതേ കാര്യം തന്നെയല്ലേ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? നേരത്തെ ക്യാൻഡിലിന്റെ നമ്മളെപ്പോഴും മാർക്ക് ചെയ്യുന്ന രീതിക്ക് തന്നെ മാർക്ക് ചെയ്യുക. അതായത് ഇപ്പൊ ഈ ക്യാൻഡിലാണ് ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ടാക്കിയത്. നമ്മൾ ഇൻഎഫിഷ്യൻസി ഉള്ള അവസാനത്തെ ക്യാൻഡിൽ എന്തെങ്കിലും ഇപ്പൊ ഈ ക്യാൻഡിൽ ഇൻഎഫിഷ്യന്റ് ആണോ ഇല്ലെന്ന് അറിയത്തില്ല, കാരണം നമുക്ക് അതിന് ഒരു ക്യാൻഡിലും കൂടെ വേണ്ടി വരും. നമുക്ക് അറിയത്തില്ല. പക്ഷെ ഇവിടെ ഇംബാലൻസ് ഉള്ള ഒരു ക്യാൻഡിലും ഇല്ല അല്ലേ? അപ്പൊ ടൈപ്പ് 2 ആയിട്ടൊന്നും ഇവിടെ ഇല്ല. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ടൈപ്പ് 2 എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇവിടെ ഇല്ല. ഓക്കെ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊരു സോൺ ആണ് ആസ് ഇറ്റ് സെൽഫ് അല്ലേ? ഇത് നമ്മുടെ ടൈപ്പ് 1ന്റെ ഒരു സോൺ ആണിത് അല്ലേ? ടൈപ്പ് 1 സോൺ ആണിത്. എന്ത് പറ്റി? കാരണം ഇവിടെ നമുക്ക് സപ്ലൈ ഉണ്ടാക്കിയിട്ടുണ്ട്, ബൈ നടന്നിട്ടുണ്ട്, ആ ബുള്ളിഷ് ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആണ് അല്ലേ? അഗെയിൻ നമ്മൾ ഇത്ര വലിയ സോൺ എടുക്കത്തില്ല, നമ്മൾ റിഫൈൻ ചെയ്യും. പക്ഷേ ഇത് കറക്റ്റ് ആണ്, ഇതൊരു സോൺ ആണ്. ഓക്കെ, അടുത്ത ക്യാൻഡിൽ നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത ക്യാൻഡിൽ വന്നതോടുകൂടി തന്നെ ഈ ടൈപ്പ് 1 സോൺ ടൈപ്പ് 2 ആണ്, കാരണം ഇൻഎഫിഷ്യൻസി ഉണ്ട്. ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം ഒരേ കാര്യം അല്ലേ? ഒരേ സോൺ തന്നെ ടൈപ്പ് 1 ടൈപ്പ് 2 ആവുന്നുണ്ട് ഇവിടെ. ഓക്കെ, പ്ലസ് പക്ഷേ ഈ സോൺ മാത്രമാണ് നമുക്കുള്ളത്. നിങ്ങൾ ഈ വിക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നേരത്തെ നടന്ന അതേ കാര്യം ഇവിടെ നടന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ ഈ വിക്കിന്റെ മുകളിൽ പോയിട്ടുണ്ട് അല്ലേ? അപ്പൊ അതായത് ലോ ടൈം ഫ്രെയിം പോയി കഴിഞ്ഞാൽ ഒരു ബൈ ആയിരിക്കും, പിന്നെ ആയിരിക്കും സെൽ അല്ലേ? നമുക്കത് കൺഫേം ആക്കാം. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ വിക്കിനെ അങ്ങോട്ട് എടുക്കാം. വിക്ക് മുഴുവൻ നമ്മൾ സോൺ ആയിട്ട് എടുക്കും. ഓക്കെ, തൽക്കാലം നമുക്ക് ടൈപ്പ് 1ഉം ടൈപ്പ് 2 എടുത്ത് കളയാം. എന്നിട്ട് ഇവിടെ ഈ സോണിൽ എന്താണ് നടന്നിട്ടുള്ളത് 15 മിനിറ്റ് പോയി നോക്കാം. ഓക്കെ, എഗെയിൻ സെയിം അല്ലേ? റിപ്പീറ്റ് ചെയ്തത്. അവിടെ എന്താണ് റിപ്പീറ്റ് ചെയ്തത്? അതേ കാര്യം ഇവിടെ റിപ്പീറ്റ് ചെയ്ത്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രൈസ് എന്ത് ചെയ്തു? ഇവിടെ വന്നു, നല്ലൊരു ബൈ ഓർഡർ. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബൈ ഓർഡേഴ്സ്. പക്ഷേ ഈ ബൈ ഓർഡേഴ്സ് ഒക്കെ എന്തിനാണെന്ന് നമുക്കറിയാം. നമ്മൾ ഡിമാൻഡ് ഉണ്ടാവും, നമ്മൾ എന്താണ് പഠിച്ചത്? ബൈ ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? സെല്ല് ചെയ്യാനായിട്ട് അല്ലേ? അപ്പൊ അവസാനത്തെ ബൈ എടുത്തു, പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടില്ലേ പ്രൈസിനെ കുത്തനെ താഴോട്ട് ഇറക്കും. എന്തുകൊണ്ട്? കാരണം ആ പ്രൈസിൽ വിൽക്കാൻ ഉണ്ടായിരുന്നു അല്ലെ? നമ്മളെ കയ്യിൽ നിന്ന് മേടിക്കാൻ ആളുണ്ടായിക്കാണ്. ഇത് പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രഷ് ന്യൂസ് സെൽ ഓർഡേഴ്സ് ആയിരിക്കാം ഇൻസ്റ്റിറ്റ്യൂഷന്റെ സൈഡിൽ നിന്ന്. പക്ഷെ എന്ത് ചെയ്തു? ആ ലാസ്റ്റ് ബൈ കഴിഞ്ഞിട്ടാണ് ഈ സെല്ല് മൊത്തം. അപ്പൊ ആ ബൈ ഓർഡേഴ്സിന് നഷ്ടം കാണില്ലേ? തീർച്ചയായിട്ടും കാണും. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് അല്ലേ? ഇംബാലൻസ് ഉണ്ട് അല്ലേ? നമുക്ക് ഇവിടെ ഒരു ഈ ചെറിയ ടൈം ഫ്രെയിമിൽ തന്നെ ഇവിടെ ഒരു സപ്ലൈ സോൺ ഉണ്ട് 15 മിനിറ്റിന്റെ. നമുക്ക് റിഫൈൻമെന്റ് വരുമ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ, സോ 4 അവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സോൺ എടുക്കാൻ പറ്റും. ഈ സോൺ നമുക്ക് വാലിഡ് ആയിട്ടുള്ള സോണാണ്. അതേസമയം ഈ സോണും നമ്മളിപ്പോൾ വരച്ച നമ്മൾ ടൈപ്പ് 1/ടൈപ്പ് 2 സോണും വാലിഡ് ആയിട്ടുള്ള 2 സപ്ലൈ സോണാണ്. ഓക്കെ, സോ എനിവേസ് നമുക്ക് നോക്കാം എന്താണ് ഇത് കഴിഞ്ഞിട്ട് പ്രൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം. ഓക്കെ, പ്രൈസ് ഇറങ്ങി. ഒബിയസ്ലി ഇതായിരിക്കും നമ്മൾ അടുത്ത ലോ. കൺഫേം ചെയ്യാം. ഞാൻ കൺഫേം ചെയ്യുന്ന രീതിക്ക്. ഓക്കെ, നോ എനിക്കിത് ഞാൻ ചിലപ്പോൾ ഇതിനെ ലോ നടത്തുന്നിരിക്കത്തില്ല. എനിവേസ് നമുക്ക് നോക്കാം. ഓക്കെ, റൈറ്റ്, എവിടെ എത്തി നമ്മൾ? ഇനി ഈ പോയിന്റ് ഓഫ് ടൈം നമുക്ക് ഇതിനെ വിളിക്കാം. ഓക്കെ, ഈ പോയിന്റ് വിളിക്കാം. ഓക്കെ, സോ എന്ത് പറ്റി? നമ്മൾ ആദ്യത്തെ സോണിന്റെ അവിടെ എത്തി. എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ? ഓക്കെ, റിയാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മൾ സെൽ ഓർഡേഴ്സ് ഫില്ലാക്കി അല്ലേ? കറക്റ്റ്. പക്ഷെ എന്ത് ചെയ്തു? നമ്മൾ ഈ സോൺ ബ്രേക്ക് ചെയ്തു. എന്ത് പറ്റി? ബോഡി ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഈ സോൺ എടുക്കാൻ പറ്റില്ല. സോ എന്ത് ചെയ്തു? നമ്മൾ ഈ സോൺ എടുത്ത് കളയാണ്. നമ്മൾ വീണ്ടും എവിടെ എത്തിയിട്ടുണ്ട്? നമ്മൾ അവസാനത്തെ വിഗ് സോണിൽ എത്തിയിട്ടുണ്ട്. ഈ സോൺ ബ്രേക്ക് ആയെന്നേ ഉള്ളൂ. വീണ്ടും നമ്മൾക്ക് തടഞ്ഞു നിർത്താൻ വേറെ സോൺ ഇവിടെ ഉണ്ട്. പ്ലസ് നമ്മൾ സ്ട്രക്ചർ ഇപ്പോഴും ബെയറിഷ് ആണ്. ഇത് ബ്രേക്ക് ആവാതെ നമ്മൾ ബുള്ളിഷ് ആവത്തില്ല. സോ നമ്മളിപ്പം വേറെ ബയസ് ഒന്നും നമുക്കില്ല. നമ്മളിപ്പോഴും മാർക്കറ്റിൽ ബെയറിഷ് ആയിരിക്കും. എവിടെ എത്തി? നിങ്ങൾ ആ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിയാക്ഷൻ കണ്ടോ? എവിടെ നിന്നാണ് ആ റിയാക്ഷൻ വന്നത്? നമുക്ക് കൃത്യം ആ വിഗ് സോണിൽ നിന്നാണ് റിയാക്ഷൻ വന്നത് അല്ലേ? എന്തുകൊണ്ട് അവിടെ വന്നിട്ട് എന്ത് ഫില്ലായത്? കാരണം നമ്മൾ ആ ചെറിയ ടൈം ഫ്രെയിമിൽ കണ്ടു, ഇവിടെയാണ് അവസാനത്തെ ഘട്ടം ആ ബൈ ഓർഡേഴ്സ് ഉണ്ടായിരുന്നത്, നഷ്ടത്തിലുണ്ടായിരുന്നത്. അവരെന്ത് ചെയ്തു? അവിടെ വന്ന ആ ബൈ ഓർഡേഴ്സ് നഷ്ടത്തിലുള്ള നഷ്ടം നികത്തുകയും ചെയ്തു. ബാക്കി സെൽ ഓർഡേഴ്സ്, ഈ ട്രെൻഡിന്റെ കണ്ടിന്യൂഷന് വേണ്ടിയുള്ള സെൽ ഓർഡേഴ്സ് അവരെന്ത് ചെയ്തു? അവർക്ക് വിൽക്കുകയാണ് ചെയ്യേണ്ടെങ്കിൽ എങ്ങനെ തന്നെ വിൽക്കണം? കൂടിയ കാശിന് തന്നെ വിൽക്കണം. അവർ കൂടിയ കാശിന് വന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി? മാർക്കറ്റിംഗ് വീണ്ടും വിൽക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഒരു പാറ്റേൺ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രൈസ് ആക്ഷൻ എങ്ങനെയാണെന്ന്. എന്നിട്ട് നമ്മൾ ഇറങ്ങി ഇറക്കം കണ്ടു നിങ്ങൾ. ആ വിക്ക് ഇതുവരെ വന്നിട്ടുണ്ടെങ്കിൽ പ്രൈസ് അതുവരെ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? നല്ലൊരു റിയാക്ഷനാണ് പ്രൈസ് തന്നത് അല്ലേ? നമുക്ക് നോക്കാം. ഓക്കെ, ബ്രേക്ക് എപ്പോൾ നടക്കുമെന്ന് നോക്കട്ടെ. ഓക്കെ, സോ അഗൈൻ വീണ്ടും ബ്രേക്ക്. അപ്പൊ ഈ സോൺ നമുക്ക് കളയാം. നിങ്ങൾ ഫോളോ ചെയ്ത് പോകാം നമുക്ക് പ്രൈസിന്. ഓക്കെ, അടുത്ത ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വീണ്ടും 4 അവർ അനുസരിച്ച് ചെയ്യാം. ഓക്കെ, അടുത്ത ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ വെച്ച് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നമുക്കത് മാർക്ക് ചെയ്യാം.
ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിക്ക് സോൺ ഇവിടെയുണ്ട് അല്ലേ. നമ്മൾ നോർമൽ രീതിക്ക് ചിന്തിക്കാം. ആദ്യം ഓക്കെ, ഇവിടെ നിന്നാണ് ബ്രേക്ക് കിട്ടിയത്, തിരിച്ചു പോവാം. ഇത് ഇൻഎഫിഷ്യൻസി ഉള്ള ലാസ്റ്റ് ക്യാൻഡിലും ആണ് അല്ലേ. നമ്മൾ നോക്കിയാൽ ഇത് ടൈപ്പ് 2 ആണ്. ടൈപ്പ് 2 സോൺ ആയിട്ട് ഇതിനെടുക്കാൻ പറ്റും. പ്ലസ് ഇത് എന്തുമാണ്, ഒരു വിക്ക് സോണുമാണ്. രണ്ടുമാണ് അല്ലേ. ഇത് ഇപ്പൊ 50% വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം. റിഫൈൻമെന്റ് വരുമ്പോൾ അത് ക്ലീൻ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ, 50% എന്തായാലും വന്നിട്ടില്ല. സോ നമ്മൾ യൂഷ്വലി ഇങ്ങനെ മിറ്റിഗേഷൻ നടക്കുമ്പോൾ, മിറ്റിഗേഷനെ പറ്റി ഞാൻ പറയാം, നമ്മൾ ഇതിനെ റിഫൈൻ ചെയ്ത് ഇങ്ങനെ ആയിരിക്കും വെക്കുക. ഓക്കെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ വെച്ചെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് റിഫൈൻമെന്റ് വരുമ്പോൾ പറഞ്ഞുതരാം. പക്ഷെ എന്നാലും നമുക്ക് ഈ സോൺ ഇങ്ങനെ വരച്ച് വെച്ചേക്കാം. ഓക്കെ, എനിവേസ്, കാരണം എൻ്റെ ഒരു നിഗമനം ശരിയാണെങ്കിൽ നമ്മൾ മിക്കവാറും ഇച്ചിരി കൂടെ ഹയർ പ്രൈസ് വന്നിട്ടായിരിക്കും പോവാം. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് പ്രൈസ് ആക്ഷൻ എന്താണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ലോ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഓക്കെ, നോട്ട് യെറ്റ്. ഓക്കെ, കാരണം ഈ പ്രൈസ് ആക്ഷൻ നമുക്ക് ലോ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമുക്ക് ഇതിനെ ലോ ആയിട്ട് എടുക്കാം. മൊത്തം ലിക്വിഡിറ്റി ആയിരിക്കും. നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ, പ്രൈസ് സെൽ ഓർഡേഴ്സ് ഫില്ലാക്കിയ ഇംബാലൻസ് ഉണ്ട്. അപ്പോൾ ഇംബാലൻസ് എന്തായാലും നിറയ്ക്കണം. അത് നമുക്ക് എന്തായാലും മാർക്കറ്റ് ഒഴിവാക്കിയേ പറ്റൂ, കാരണം അല്ലെങ്കിൽ അത് മാനിപ്പുലേഷൻ ആവും. എന്തായാലും അപ്പോൾ തിരിച്ചു വരാൻ നമുക്ക് കാരണങ്ങളുണ്ട്. ഇത് എവിടെ വന്നിട്ടാണ് പ്രൈസ് ഇനി, നമ്മളിപ്പോഴും ബെയറിഷാണ് മാർക്കറ്റ് നിങ്ങൾ ചിന്തിച്ച് ചെയ്യുന്നത്, നമ്മൾ ഡയറക്ഷൻ ഒന്നും മാറിയിട്ടില്ല. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ഓക്കെ, പ്രൈസ് മുകളിൽ വരാൻ തുടങ്ങി. മുകളിൽ വരുംതോറും ഓക്കെ, കൃത്യം എവിടെ എത്തി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ആ ബൈ ഓർഡേഴ്സിന്റെ പവർ നിങ്ങൾക്ക് കാണാം. നല്ലൊരു ബൈ നേരെ എങ്ങോട്ടാണ് വന്നത്, നേരെ നമ്മൾ ആ സപ്ലൈ സോൺ. പക്ഷെ ബോഡി ക്ലോസ് വല്ലതും തോന്നോ, ഇല്ല, ഒരു വിക്ക് മാത്രമാണ് മുകളിലോട്ട് പോയിട്ടില്ല അല്ലെ. ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു സപ്ലൈ ഡിമാൻഡ് സോൺ ഇൻവാലിഡ് ആവണമെങ്കിൽ നമുക്ക് ബോഡി ക്ലോസ് തന്നെ കിട്ടണം. പക്ഷെ ഇവിടെ അത് കിട്ടിയിട്ടുണ്ടോ, ഇല്ല. സോ നമുക്ക് ഈ സപ്ലൈ സോൺ ഇപ്പോഴും വാലിഡ് ആണ് അല്ലെ. ഇനി നിങ്ങൾ റീറ്റെയിലിന്റെ പെർസ്പെക്റ്റീവ് ചിന്തിക്കുക, അവരെന്ത് ചെയ്യാൻ തുടങ്ങും, അവർ ഈ ബ്രേക്ക് ഓഫ് സെഷൻ ഒക്കെ കണ്ടിട്ട് ഇവിടെ ബൈയുടെ ഒക്കെ പ്ലാൻ ഇട്ട് തുടങ്ങും ഓൾറെഡി. നമുക്കറിയാം ട്രെൻഡ് ഇപ്പോഴും മാറിയിട്ടില്ല, ട്രെൻഡ് ഇപ്പോഴും ബെയറിഷ് ആണ് അല്ലെ. അപ്പൊ ഏറ്റവും നല്ല പ്രോബിലിറ്റി എന്തായിരിക്കും ഇനിയും പ്രൈസ് ചെയ്യാനുള്ള, നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തി, നേരത്തെ ബൈയിലെ നഷ്ടങ്ങളൊക്കെ നികത്തി, എന്തായിരിക്കും ഇനി സംഭവിക്കുക, കൂടിയ റേറ്റിനാണ് നിൽക്കുക. നമ്മൾ എന്തായിരിക്കും ചെയ്യാൻ, മിക്കവാറും പ്രൈസ് വീണ്ടും സെൽ ഓർഡേഴ്സ് ഫില്ല് ചെയ്ത് ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയായിരിക്കും ചാൻസ് കൂടുതൽ. സോ നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു. നെക്സ്റ്റ് ക്യാൻഡിൽ സെൽ ഓർഡേഴ്സ് ഫില്ല് ചെയ്യാൻ തുടങ്ങി നമ്മൾ അല്ലേ. സെൽ ഓർഡേഴ്സ് ഫില്ലായി. ഒബിയസ്ലി ഡം ആയിട്ടുള്ള സ്മാർട്ട് മണി ട്രേഡ് ചെയ്യുന്നവരൊക്കെ ഇവിടെ എന്ത് ആയിരിക്കും, ഓൾറെഡി അവരെ വിചാരം സ്ട്രക്ചറൊക്കെ മാറി, ഇനി മിക്കവാറും ഈ ഡിമാൻഡ് ഇവിടെ നിന്ന് നമ്മൾ ആകാശം മുട്ടെ പോകുന്നുള്ള ഒരു എക്സ്പെക്ടേഷനൊക്കെ കാണും. പക്ഷേ പ്രൈസ് അത് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ട്രെൻഡ് ഇപ്പോഴും ബെയറിഷ് ആണ്. നമ്മൾക്ക് ഇതുവരെ പ്രൈസ് ബുള്ളിഷ് ആവാനുള്ള ഒരു എവിഡൻസ് തന്നിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ത് പറ്റി കാണാം, ഈ ഒരു ബൈയിൽ ആൾക്കാർ ട്രാപ്പായി കാണും സ്മാർട്ട് മണി. അവിടെ കിട്ടാത്തവരൊക്കെ എന്ത് ചെയ്യും, ഡം ആയിട്ടുള്ള സ്മാർട്ട് മണി ഇവിടെ ബൈ ചെയ്യാൻ ശ്രമിച്ചാണ്. പക്ഷെ അവിടെയും ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഇവിടെ നിന്ന് ബൈ പോകേണ്ട ആവശ്യമുണ്ടോ, ട്രെൻഡ് നമ്മൾക്കത് പറഞ്ഞിട്ടുണ്ടോ, ഇല്ല അല്ലേ. സോ നമ്മുടെ എക്സ്പെക്ടേഷൻ എന്താണ്, ഇപ്പോഴും ഈ സാധനത്തിന് താഴെ, ആ ലോയ്ക്ക് താഴെ ബോഡി ക്ലോസ് തന്നെയാണ് എക്സ്പെക്ടേഷൻ. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു. ഓക്കെ, യെസ്, നടന്നില്ലേ, നമ്മൾ വീണ്ടും ആ ട്രെൻഡ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത്, ഒരു വ്യത്യാസമില്ല. സോ ഗൈസ്, ഇതാണ് വിക് സോണുകളുടെ ഇമ്പോർട്ടൻസ്. വിക് സോൺ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കിനി അടുത്ത ലെസണിൽ വരുമ്പം മിറ്റിഗേഷൻ എന്താണെന്ന് പഠിക്കാം. മിറ്റിഗേഷനെ പറ്റി നമുക്ക് സംസാരിച്ചിട്ട് റിഫൈൻമെന്റ് എന്താണെന്ന് പഠിക്കാം. പിന്നെ നമുക്ക് ഒരു ഫോളോ ത്രൂ നോക്കാം, ഇത് ചാർട്ടിൽ എങ്ങനെയാണ് വരയ്ക്കുന്നത്, എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ള കാര്യം വരയ്ക്കാം. ഓക്കെ, ഇപ്പോൾ വിക് സോൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ വീഡിയോ ഒന്നും കൂടെ കാണാൻ മനസ്സിലായില്ലെങ്കിൽ ഇത് മാർക്ക് ചെയ്യാൻ പഠിക്കണം. ഇതിപ്പോൾ ഞാൻ റിഫൈൻ ചെയ്താണ് മാർക്ക് ചെയ്തിട്ടുള്ളത്, നിങ്ങളിപ്പോൾ റിഫൈൻ ചെയ്യണമെന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, മുഴുവനായിട്ട് തന്നെ എടുക്കുക, വരയ്ക്കുക. ഓക്കെ, സോ ഗൈസ്, സീ യു ഓൺ ദ നെക്സ്റ്റ് ലെസൺ.